നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും നിന്നോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടാ അമ്മ ഈ പൂജ നടത്തുന്നത്. അതെ അതെ, എന്നോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ട് തന്നെയാ പ്രഭാവതി അമ്മ ആ പൂജ നടത്തുന്നത്. എന്റെ കാര്യത്തിൽ അമ്മ വളരെ ശ്രദ്ധാലുവാണ്. അതെന്താ പാർവതി, നീ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ? ഒന്നുമില്ല. അത് വെറുതെ എന്തോ ഉണ്ട്. എന്താ കാര്യം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ പോയി പൂജയിൽ പങ്കെടുക്കാൻ നോക്ക്, ഞാൻ വരാം. പാർവതി, നിന്നെ ഞാൻ ആദ്യമായിട്ടല്ലല്ലോ കാണുന്നത്. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അതെന്നോട് പറയാൻ പറ്റുന്നാണെങ്കി പറയും. അല്ല, പറയാൻ ബുദ്ധിമുട്ടാണെങ്കി നീ പറയണ്ട. നിന്നോട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഗാർഗി, ഈ പൂജ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രഭാവതി അമ്മ നടത്തുന്നതെന്നാണോ നീ കരുതുന്നത്? ആ, അങ്ങനെയാണെന്നാണല്ലോ അമ്മ പറഞ്ഞേ. ഇത് നിന്റെയും ബ്രോയുടെയും ആയുസ് സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പൂജയല്ലേ? അല്ല ഗാർഗി, ഈ പൂജയ്ക്ക് പിന്നിൽ അമ്മയ്ക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്. മറ്റൊരു ലക്ഷ്യം? എന്ത് ലക്ഷ്യം? അതൊക്കെ പിന്നീട് ഞാൻ വിശദമായിട്ട് നിന്നോട് പറയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? പാർവതി, നീ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ കാര്യം എന്താന്ന് വെച്ചാ പറയ്. ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. പറയാം. അതിനു മുമ്പ് നീ എനിക്കൊരു സഹായം ചെയ്യൂ. ഞാനെന്ത് സഹായം ചെയ്യണ്ടേ? നീ പറ. നീ പറയുന്നത് എന്ത് ഞാൻ ചെയ്യും. എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും നിനക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. ഗാർഗിയും ഇതത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നീ ഒരിടം വരെ ചെല്ലണം. അവിടെ ചെന്ന് ഞാൻ പറയുന്ന ആളിനെ കാണണം. എന്നിട്ട് നമ്മൾ ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമെന്ന് നീ ഒന്ന് ചോദിക്കണം. ആരാ അദ്ദേഹം? നീ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയൂ. എന്താ, നീ പോയി അദ്ദേഹത്തെ കാണില്ലേ? തീർച്ചയായും ഞാൻ പോവാം. പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്നും പ്രഭാവതി അമ്മ അറിയാതെ വേണം നീ ചെയ്യേണ്ടത്. അത് ഞാൻ ഏറ്റു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.